Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷനിൽ ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് സെലക്ഷൻ വരെ ആയിരുന്നു. ദെൻ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ജോബ് ഓഫർ ആണ്. ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ജോബ് ഓഫറിന്റെ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് കേൾക്കാം. ജോബ് ഓഫർ എന്ന് പറയുന്നത് ഒരു എംപ്ലോയ്മെന്റ് ഓഫറിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജോബ് ഓഫർ. ഒരു എംപ്ലോയ്മെന്റ് ഓഫർ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെന്താ നമ്മൾ എന്ത് പറയും ജോബ് ഓഫർ. ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആരുടെ ഭാഗത്ത് നിന്ന്? എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്ന് കാൻഡിഡേറ്റ്സിന് കിട്ടുന്ന ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇത് ക്യാൻ ബി ഓറൽ ആവാം ഓർ റിട്ടേൺ ആവാം. ഓറൽ എന്ന് പറഞ്ഞാൽ വാക്കാലായിരിക്കും. നിങ്ങൾ സെലക്ടഡ് ആയിട്ടുണ്ട്, ഇന്ന ദിവസം മുതലാണ് ജോയിനിങ്, ഇന്നതാണ് നിങ്ങൾ സാലറി പാക്കേജ് എന്ന് ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓർ മേ ബി റിട്ടേൺ. ഇന്ന് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ജോബ് ഓഫേഴ്സ് റിട്ടേൺ ഫോമിലാണ്. നമുക്കൊരു ലെറ്ററിന്റെ രീതിയിലായിരിക്കും നമുക്ക് ജോബ് ഓഫർ വരുന്നത്. മേ ബി നമ്മൾ പണ്ടൊക്കെ ജോബ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? പോസ്റ്റ് വഴിയൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്നും ഗവൺമെന്റ് ജോബിനൊക്കെ അപ്പോയിന്റ്മെന്റ് പോസ്റ്റ് വഴിയാണ്. ബട്ട് കോർപ്പറേറ്റ് വേൾഡിലേക്ക് വരുമ്പോൾ അത് ഇമെയിൽ ആയിട്ടായിരിക്കും വരുന്നത്. മെയിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത് ജോബ് ഓഫർ ലെറ്റർ ഒക്കെ വരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഓഫർ ലെറ്റർ വന്നു, ഇന്ന കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടിയെന്നൊക്കെ. എന്താണ് നമ്മൾ സെലക്ട് ചെയ്തു എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് പാസ് ചെയ്യുന്നതാണ് എന്ത് ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. ഇനി ഓഫർ ഇതൊരു റിട്ടേൺ ഫോർമാറ്റിലാണ് നമ്മളൊരു ഓഫർ തരുന്നെങ്കിൽ അതിൽ നമ്മുടെ ഡെസിഗ്നേഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സാലറി പാക്കേജ് എത്രയാണ്, അതേപോലെ തന്നെ ജോയിനിങ് ഡേറ്റ്, മറ്റെന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ചില ഓഫറുകളൊക്കെ ഇന്ന ടേംസും കണ്ടീഷൻസും പറയാറുണ്ട്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി നോൺ അക്കാഡമിക് ഹയർ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ജോബ് ഓഫറിൽ വരുന്നത്. അപ്പൊ ജോബ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് കിട്ടുന്ന ഓഫർ ആണ്. സാധാരണ രീതിയിൽ അത് ഓറിലോ മേ ബി റിട്ടേൺ ആവാം. നമ്മുടെ എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജോബ് ഓഫർ അല്ലെങ്കിൽ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫർ എന്ന് പറയുന്നത്. റിട്ടേൺ ആണ്. ഓഫർ ലെറ്റർ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ടെലിഫോൺ വഴി അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടാണ് ലെറ്റേഴ്സ് ഒക്കെ പാസ് ചെയ്യുന്നത്. സോ ഓഫർ ലെറ്റേഴ്സ് നമ്മൾ മെയിലായിട്ട് അറ്റാച്ച് ചെയ്ത് പാസ് ചെയ്യാറുണ്ട്. അതിൽ നമ്മളുടെ ആ ജോബിനെ കുറിച്ചിട്ടുള്ള എല്ലാ A to Z കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡെസിഗ്നേഷൻ മുതൽ സാലറി, ഇൻസെന്റീവ്സ്, ഡേറ്റ് ഓഫ് ജോയിനിങ്, കറക്റ്റ് ആയിട്ട് ഡേറ്റ് ഓഫ് ജോയിനിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ. അതേപോലെ ചില കണ്ടീഷൻസ് പറയും. കണ്ടീഷണൽ ഓഫർ ഉണ്ട്. ചില ഓഫർ നമുക്ക് വരുമ്പോ അവർ ഒരു കണ്ടീഷനോട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഡ്രഗ്സ് ടെസ്റ്റ്, നമ്മളൊരു കുറച്ച് ടെസ്റ്റുകളൊക്കെ പറഞ്ഞല്ലോ, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ പോലെ, അല്ലെങ്കിൽ ഡ്രഗ് ടെസ്റ്റിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത് പോവാം എന്നൊക്കെ അവർ പറയും. എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഈ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ഡേറ്റിൽ പോയിട്ട് നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ ഒരു ജോബ് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാം ഒരു ഓഫർ ലെറ്റർ കിട്ടുക. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നോക്കാം കേട്ടോ, എന്താണ് ജോബ് ഓഫർ, നമ്മുടെ ടെസ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. The offer of the employment is also called as a job offer. Offer of employment തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് job offer. It is an official communication on the part of the employer to the applicant. ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്ന് ആർക്ക് ആപ്ലിക്കന്റിലേക്കുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻ വിച്ച് ദ എംപ്ലോയർ ഓഫർ ദ ജോബ് ടു ദ ആപ്ലിക്കന്റ്. നമ്മൾ ആ ജോബ് എംപ്ലോയർ ആ ജോബ് ആപ്ലിക്കന്റിന് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണെന്നുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഐദർ ബി ഓറൽ ആവാം and conserved on telephone or can be in written in the form of letter or through electronic media like emails. Maybe letter ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. റിട്ടേൺ ഓഫർ ആണെങ്കിൽ മേ ബി ലെറ്റർ ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും, ഓർ ഇമെയിൽ ആയിട്ട് നമ്മൾ മെയിൽ അയക്കും.
when the offer is written form ആണെങ്കിൽ it should clearly mention the designation, salary, date of joining, and any particular terms and condition of the employment. നമുക്ക് സാലറി എത്രയാണ്, നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ്, ജോയിനിങ് ഡേറ്റ് എന്താണ്, ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. In the case of non-academic hiring, before giving the job offer, non-academic hiring ആണ് നമ്മൾ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുമ്പ്, it is necessary to get all document verified and authorized. The employee should be clearly explain the terms and conditions regarding the job by the human resource department. ഇനി ഹയറിംഗിന്റെ സമയത്ത് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന ജോബ് ഓഫർ കിട്ടുന്നത്. സാധാരണ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അവർ ക്ലിയർലി കണ്ടീഷൻസും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. വൺസ് ദ എംപ്ലോയി സൈൻ ദ ഓഫർ ലെറ്റർ, നമ്മൾ എംപ്ലോയി എന്ത് ചെയ്തു, ആ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയുടെ ഓൾ അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. വൺസ് ദ എംപ്ലോയി സൈൻ ദ ഓഫർ ലെറ്റർ and accept all the terms and conditions, the offer become legally binding on the both employee and employer. നമ്മൾ ആ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ആ കമ്പനിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ രണ്ടുപേരും ലീഗലി ബൈൻഡ് ആയി. നമ്മൾ ഓഫർ ചെയ്ത ആൾ, ഓഫറിങ് അതേപോലെ തന്നെ ഓഫർ അക്സെപ്റ്റ് ചെയ്ത വ്യക്തി ലീഗലി ഒരു റിലേഷൻഷിപ്പിലേക്ക് എന്ത് ചെയ്തു, വന്നു. ഇങ്ങനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്താ, ജോബ് ഓഫർ. ആ ജോബിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള അക്സെപ്റ്റൻസും ഇതിലുണ്ട്, ജോബ് ഓഫറിൽ വരുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ജോബ് ഓഫർ ആണ്. സാധാരണയായിട്ട് ടൈപ്സ് ഓഫ് ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷന്റെ ബേസിൽ രണ്ടായിട്ട് നമ്മൾ ജോബ് ഓഫറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടീഷണൽ ജോബ് ഓഫർ ആൻഡ് ഫൈനൽ ജോബ് ഓഫർ. കണ്ടീഷണൽ ജോബ് ഓഫറിൽ ആ ഓഫറിൽ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന കണ്ടീഷനിലൂടെ നിങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ഓക്കെ ആണ്, ഇത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. മേ ബി കണ്ടീഷൻ വരുമ്പോ ഒരു എന്താ പറയാ, 1 year നമ്മളവിടെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊരു കണ്ടീഷൻ വയ്ക്കും. ചില കേസുകളിൽ കേട്ടോ 1 year വർക്ക് ചെയ്യണം, ഒരു 6 months വർക്ക് ചെയ്യണം. ആ സ്റ്റെബിലിറ്റി ഓഫ് എംപ്ലോയീസ്, സ്ഥിരത നമുക്ക് നിലനിർത്താൻ വേണ്ടി, ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് 1 year വർക്ക് ചെയ്യണം. ചില കമ്പനീസ് അങ്ങനെ ഓഫർ ലെറ്ററിൽ തന്നെ പറയും 1 year പ്രൊഫഷണൽ പീരീഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓഫർ തരാറുണ്ട്. അല്ലെങ്കിൽ കോൺട്രാക്ട് ഉണ്ടാവും, 1 year കോൺട്രാക്ട്, 2 year കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു, മേ ബി നല്ല റിക്രൂട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ ഒരു 5 year കോൺട്രാക്ട്. അങ്ങനെ കമ്പനിക്ക് എപ്പോ വേണമെങ്കിലും പിരിച്ചുവിടാൻ പറ്റും, കമ്പനി നിങ്ങൾക്ക് നമുക്ക് പിരിഞ്ഞു പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ ചില കമ്പനികൾ അങ്ങനെ കണ്ടീഷൻ വെക്കും, എങ്ങനെയാവണമെന്നില്ല, ഏത് രീതി മുഖേനയും വരിക്കാം. അപ്പൊ കണ്ടീഷണൽ ഓഫേഴ്സ് ഉണ്ട്. ദെൻ ഫൈനൽ ഓഫർ, നമ്മള് ഈ ഓഫർ ലെറ്റർ ഫൈനൽ ആയിട്ടുള്ള ലാസ്റ്റ് ഓഫർ ലെറ്റർ നമ്മൾ സൈൻ ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഫൈനൽ ഓഫർ ലെറ്റർ ഉണ്ട്. അപ്പൊ നമ്മുടെ ടൈപ്സ് ഓഫ് ജോബ് ഓഫറിൽ ദ ഓഫർ ഓഫ് ദ എംപ്ലോയ്മെന്റ് ക്യാൻ ബി ഡിവൈഡ് അണ്ടർ ദ ഫോളോയിങ് കാറ്റഗറീസ്. നമ്മള് ടൈപ്സിൽ നമ്മള് എന്താണ് എംപ്ലോയ്മെന്റ് ഓഫറിനെ നമ്മള് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, താഴെ പറയുന്നതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷന്റെ ബേസിൽ ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ അപ്ലൈഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് ഓഫർ ക്യാൻ ബി ദ ഫോളോയിങ് ടൈപ്പ്. കണ്ടീഷന്റെ ബേസിൽ താഴെ പറയുന്ന 2 രീതിയിലാണ് ഓഫേഴ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് കണ്ടീഷണൽ ജോബ് ഓഫർ. വെൻ ആൻ ഓർഗനൈസേഷൻ പുട്ട് ഫോർവേഡ് ദിസ് ടൈപ്സ് ഓഫ് ജോബ് ഓഫർ, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ആപ്ലിക്കന്റ് ഈസ് ഓഫേർഡ് എ ജോബ് വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു ദ കണ്ടീഷൻ പുട്ട് ഫോർവേഡ് ബൈ ദ എംപ്ലോയർ. കണ്ടീഷണൽ ജോബ് ഓഫർ ആണെങ്കിൽ സാധാരണയായിട്ട് എന്താണ്, നമ്മുടെ എംപ്ലോയർ എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഒരു ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്നൊരു കണ്ടീഷനും കൂടി നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ കണ്ടീഷണൽ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ട് വരും. ആ കണ്ടീഷനും കൂടി നമ്മൾ ഫോളോ ചെയ്തിട്ട് വരും. The condition may include undergoing the test such as drug test, background verification, or any other clause put by the employer that is taken care before finalizing the offer. അപ്പോ മേ ബി ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലോസ് ആവാം. ഞാൻ പറഞ്ഞ പോലെ ഇയർ ആവാം, ഇത്രയും ഇയർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നാവാം. അങ്ങനെ
എന്താണ് എംപ്ലോയർ പറയുന്ന ഓഫർ, അത് നമ്മൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കണ്ടീഷണൽ ഓഫർ എന്ന് പറയുന്നത്. ദ കണ്ടീഷൻ മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ദ ആപ്ലിക്കന്റ്. നമ്മൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കണ്ടീഷനും കൂടി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. When an offer is made conditionally, നമ്മളൊരു ഓഫർ കണ്ടീഷണലി മെയ്ഡ് ചെയ്യുകയാണെങ്കിൽ the employee is not legally bound until he agrees the terms and conditions mentioned in the offer letter meets all special requirements. നമ്മൾ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻസ് നമ്മൾ ബാധിക്കില്ല. ബട്ട് നമ്മൾ ആ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തു, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. When offer is made conditionally, the employee is not legally bound until he agrees. ആ വ്യക്തി അത് എഗ്രി ചെയ്യുന്നത് വരെയും നമ്മളത് ബാധിക്കില്ല. പക്ഷെ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ലെറ്റർ പറഞ്ഞിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഓഫർ ലെറ്റർ ആണ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ. സാധാരണ ചില എംപ്ലോയേഴ്സ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മേ ബി എന്തെങ്കിലും കണ്ടീഷനും കൂടി ആ ഒരു ഓഫർ ലെറ്റർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. മേ ബി നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, ആ കണ്ടീഷൻ മേ ബി ആപ്ലിക്കന്റിനെ അക്സെപ്റ്റ് ചെയ്യാം റിജക്ട് ചെയ്യാം. അത് ആപ്ലിക്കന്റ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ അഭിപ്രായമാണ്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ആണ് ഫൈനൽ ഓഫർ. When an applicant is given a final offer letter, നമ്മൾ ആപ്ലിക്കന്റ് ഫൈനൽ ഓഫർ ലെറ്റർ കൊടുത്തു. He is not required to fulfill any condition. ഫൈനൽ ഓഫർ ലെറ്റർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് ഒന്നും അവർ എന്ത് ചെയ്യണ്ട, ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടില്ല. കാരണം അവർ ഓഫർ ലെറ്ററിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണ്ട, അവർ ഇനി പറയുന്ന കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യണ്ട. The moment the applicant accepts the job, he becomes legally bound to the terms and conditions of the organization employment contract. ഏത് മൊമെന്റ് ആണോ നമ്മൾ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മുതൽ നമ്മൾ ലീഗലി ബൗണ്ട് ആയി, ലീഗലി റെസ്പോൺസിബിൾ ആയി, ആരായിട്ട്, എംപ്ലോയർ ആയിട്ട് ലീഗലി റെസ്പോൺസിബിൾ ആയി നമ്മുടെ ഓർഗനൈസേഷൻ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള A to Z ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഫൈനൽ ഓഫർ ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓഫർ. ഫൈനൽ ഓഫർ ആണെങ്കിൽ നമ്മൾ മറ്റ് കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ബട്ട് നമ്മൾ ആ ഒരു ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നത് മുതൽ ഓർഗനൈസേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ലീഗലി നമ്മൾ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് മാറും. ഇനി ഓൺ ദ ബേസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ, നമ്മൾ കോമ്പൻസേഷൻ ഡിസിഷന്റെ ബേസിൽ നമുക്ക് 3 ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് ജോബ് വരുമ്പോൾ കോമ്പൻസേഷൻ പാക്കേജിൽ 3 അല്ല 4 ഉണ്ട്. ഓക്കെ, 4 രീതിയിൽ നമുക്ക് ഓഫേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയർക്ക് വെക്കാൻ പറ്റും. എംപ്ലോയിക്ക് 4 രീതിയിലുള്ള ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡിങ് ഓൺ ദ കോമ്പൻസേഷൻ ഡിസിഷൻ, ഓഫർ ലെറ്റർ ക്യാൻ ബി ഡിവൈഡ് അണ്ടർ ദ ഫോളോയിങ് കാറ്റഗറി. താഴെ പറയുന്ന കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഓഫർ ലെറ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യാം. എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ലോ ജോബ് ഓഫറും, നെക്സ്റ്റ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ, ഹൈ ജോബ് ഓഫർ, മാക്സിമം ജോബ് ഓഫർ. അപ്പൊ ഈ പാരഗ്രാഫ് ഒക്കെ കണ്ടിട്ട് പേടിക്കണ്ട, സിമ്പിൾ ആണ് കാര്യം. ഫസ്റ്റ് പറയുന്നത് ലോ ജോബ് ഓഫർ ആണ്. ലോ ജോബ് ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നവർ തരുന്ന കോമ്പൻസേഷൻ പാക്കേജ് മാർക്കറ്റ് റേറ്റിനേക്കാളും ലോ ആയിരിക്കും, വളരെ കുറവായിരിക്കും മാർക്കറ്റ് റേറ്റിനേക്കാളും നമുക്ക് തരുന്ന പാക്കേജ്. ഇപ്പോ മേ ബി മാർക്കറ്റില് ഒരു അക്കൗണ്ടന്റിന് ഒരു 50,000 to 80,000 സാലറി ഉണ്ടെങ്കിൽ നമ്മളൊരാള് അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫർ വച്ചിരിക്കുന്നത് 12,000 to 15,000. 12 to 15 ആണെങ്കിൽ അതെന്താണ്, ലോ ജോബ് ഓഫർ ആണ്. നമുക്ക് മാർക്കറ്റിലുള്ള ആ വാല്യൂവിനേക്കാളും കുറവാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഫ്രഷറിന്റെ കാര്യമാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും 15 to 18 വരില്ല. ജസ്റ്റ് ഒരു ഫ്രഷറിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ വെച്ചിരിക്കുന്നത് എന്താണ്, ലോ ഓഫർ ആണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ കോമ്പൻസേഷൻ പാക്കേജ് നമ്മൾ ലോ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഈ ഒരു ഓഫർ സാധാരണയായിട്ട് അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത എംപ്ലോയീസിനെയാണ് സാധാരണയായിട്ട് ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യാറ്. എന്നിരുന്നാലും നമുക്ക് ഈ ഓഫർ മേ ബി എപ്പോഴും റിജക്ട് ചെയ്യാനാണ് ചാൻസ്. കാരണം നമ്മുടെ എല്ലാ എംപ്ലോയീസിനും അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കൻസിനും അവരുടെ ജോബ്, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള സാലറി എക്സ്പെക്ടേഷൻ ഉണ്ട്.
അപ്പോ നമ്മള് സാലറി എക്സ്പെക്ടേഷനും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ജോബ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കുറിച്ചൊരു ഇതുണ്ടാവില്ല, നമുക്ക് ഇത്രയും സാലറി കിട്ടാനായിട്ട് കേപ്പബിൾ ആണ്. സോ സാധാരണ ലോ ജോബ് ഓഫർ നമുക്ക് എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് എംപ്ലോയറിനെ സംബന്ധിച്ച് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്ക് ലേബേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഏത്, ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ലോ ജോബ് ഓഫർ. ഓക്കെ, മീനിങ് ക്ലിയർ ആയോ? ലോ ജോബ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ് ഓഫർ കൊടുക്കുമ്പോൾ തന്നെ കോമ്പൻസേഷൻ വളരെ ലോ ആയിട്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അത് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ബെനിഫിഷ്യൽ ആണ്. കാരണം അത്രയും ലേബർ കോസ്റ്റ് അവർക്ക് വരുന്നുള്ളൂ. അവർക്ക് അത്രയും ലേബർ കുറയ്ക്കാനായിട്ട് പറ്റും. ലേബറിന് വരുന്ന ചെലവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. അതിനെയാണ് ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? രണ്ടാമത്താണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് സെയിം ഇൻഡസ്ട്രിയിലുള്ള കോമ്പറ്റീറ്റേഴ്സ് അവരെത്രയാണോ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പൊ അവരുടെ അക്കൗണ്ടിന് അവര് 40,000 സാലറി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മളും എത്ര തന്നെ സാലറി പ്രൊവൈഡ് ചെയ്യണം, 40,000 സാലറി തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ഓഫർ ചെയ്യുന്ന അതേ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ നമ്മളുടെ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, ഓഫർ ചെയ്യുന്നു. ഇതിനെയാണ് സെയിം, മാറ്റൊന്നുമില്ല, സെയിം കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനെയാണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. എന്താണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ? Then നെക്സ്റ്റ് ആണ് ഹൈ ജോബ് ഓഫർ. ഹൈ ജോബ് ഓഫർ കുറച്ചും കൂടി എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. നമ്മൾ സാലറി പാക്കേജ് ഫിക്സ് ചെയ്യില്ലേ, ആ സമയത്ത് തന്നെ നമ്മൾ ഹൈ ആയിട്ട് മാർക്കറ്റ് കൊടുക്കുന്ന സാലറിനേക്കാളും ഹൈ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. 40,000 ആണ് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഫ്രഷർ ആണ് അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ MCOM കഴിഞ്ഞ ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അത്രയും കിട്ടില്ല, 20,000 ആണ്. 20,000 ആണ് നമ്മൾ സാലറി പ്രൊവൈഡ് ചെയ്യാന്ന് വിചാരിക്കും. സാധാരണയായിട്ട് എല്ലാവരും മാർക്കറ്റ് പ്രൈസിൽ ഒരു 20,000 രൂപയ്ക്ക് MCOM കഴിഞ്ഞ ഒരു വ്യക്തിക്ക് സാലറി കിട്ടും. പക്ഷെ നമ്മൾ ഹൈ ജോബ് ഓഫറിലാണെങ്കിൽ 25,000 ഓഫർ ചെയ്യും. എംപ്ലോയിക്ക് 25,000 നമ്മൾ എന്ത് ചെയ്യും, ഓഫർ ചെയ്യും. മേ ബി അങ്ങനെ നമ്മള് സെലക്ഷനും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഏത് ഓഫർ വെക്കുന്നത്, ഹൈ ജോബ് ഓഫർ നമ്മൾ എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ സ്റ്റേ ചെയ്യും. ഇവർക്ക് ഇൻസെന്റീവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാല് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് കിട്ടുന്ന പോലെ ബോണസ്, ഇൻസെന്റീവ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഓൾറെഡി അവർക്ക് എന്താണ് ഹൈ സാലറി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനാണ് ഹൈ ജോബ് ഓഫർ എന്ന് പറയുന്നത്. നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഹൈ ആയിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, സാലറി ആയിട്ട് ഫിക്സ് ചെയ്യും. ഇനി മാക്സിമം ജോബ് ഓഫർ എന്ന് പറഞ്ഞാല് ഒരു ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഒരു കാൻഡിഡേറ്റ്സിന്, സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് എത്ര മാക്സിമം അല്ലെങ്കിൽ എത്ര ബെസ്റ്റ് പോസിബിൾ റെമ്യൂണറേഷൻ എത്രയായിരിക്കും, അതാണ് മാക്സിമം ജോബ് ഓഫറിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്. മാക്സിമം ആയിരിക്കും, അത് ഏറ്റവും മാക്സിമം ആയിരിക്കും. മുകളിൽ പറഞ്ഞ 3 ജോബ് ഓഫറിലും പ്രൊവൈഡ് ചെയ്യാത്ത ഏറ്റവും മാക്സിമം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അത് കുറച്ചും കൂടി നല്ല ഹൈ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയൊക്കെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, മാക്സിമം ജോബ് ഓഫർ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നല്ല ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ മാക്സിമം ജോബ് ഓഫർ നമ്മൾ വെക്കുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ലോ ജോബ് ഓഫർ, അതേപോലെ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ, ഹൈ ജോബ് ഓഫർ ആൻഡ് ലാസ്റ്റ് മാക്സിമം ജോബ് ഓഫർ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആ തിയറി വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നില്ലേ, ആ ഒരു മീനിങ് വെച്ചിട്ട് തന്നെ അത് മനസ്സിലാക്കിയാൽ മതി. ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് പാരഗ്രാഫാണ്, നമുക്കത് വായിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ലോ ജോബ് ഓഫറിലാണെങ്കിൽ ലോ സാലറി ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ ആണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അതേ സെയിം സാലറി പ്രൊവൈഡ് ചെയ്യും. ഹൈ ജോബ് ഓഫറിലാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും ഒരു സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് എന്താണ്, മാക്സിമം ജോബ് ഓഫറിലാണ് ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ റെമ്യൂണറേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓഫർ ചെയ്യുന്നത്. 4 ജോബ് ഓഫേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ലോ ജോബ് ഓഫർ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ദ ടൈപ്പ് ഓഫ് ഓഫർ in which employer
cost of hiring is kept low to the maximum possible extent is called low job offer. അപ്പൊ എംപ്ലോയിനെ ഹയർ ചെയ്യാനുള്ള ആ ഒരു കോസ്റ്റും എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കേണ്ട ചെലവുണ്ടല്ലോ, സാലറി, അത് ഏറ്റവും ലോ ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. ലോ മാക്സിമം പോസിബിൾ എക്സ്റ്റെന്റ്, നമുക്ക് എത്ര കുറയ്ക്കാൻ പറ്റും അത്രയും കുറച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. The compensation package offered along with the benefits and incentive is below the market rate. സാധാരണ രീതിയിൽ ആ ഒരു ജോബിന് മാർക്കറ്റിൽ കിട്ടുന്ന സാലറിനേക്കാളും ഒത്തിരി ലോ ആയിട്ടായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, കോമ്പൻസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. നെഗോട്ടിയേറ്റിംഗ് ഓൺ ദ ഓഫർ ഫർദർ മൈറ്റ് ബി ഡിനൈഡ്. മേ ബി ഇങ്ങനെ വരുന്ന ഓഫർ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും, ഡിനൈ ചെയ്യാനും പതിവ്. The organization that work on cost leadership strategy, ഇങ്ങനെ കോസ്റ്റ് കുറച്ച് നമുക്ക് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉള്ളവരാണ് ഏത് ഓഫർ വെക്കുന്നത്, ലോ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. Might look forward to go low job offer as it control labor cost. ഇതിന് വേണ്ടിയിട്ടാണ് ലോ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യണം, ലേബർ കോസ്റ്റ് മെയിൻലി കൺട്രോൾ ചെയ്യണം. നമുക്ക് വരുന്ന എന്താ പറയുക, ഹ്യൂമൻ റിസോഴ്സിന് വരുന്ന ചെലവ് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലോ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. But this is not much effective from the perspective of the talent retention. നമ്മൾ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന്, ടാലന്റ് ഉള്ള എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷന് വേണമെങ്കിൽ നമ്മൾ ലോ ഓഫർ വെച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അവർ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്കില്ല, അവർക്ക് ബെറ്റർ ആയിട്ട് സാലറി കിട്ടുന്ന ഓർഗനൈസേഷനിലേക്ക് അവർ പ്രിഫറൻസ് കൊടുക്കുള്ളൂ. But it is not much effective from perspectives of the talent retention, as high proficient applicant would not accept a low job offer. ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എംപ്ലോയി അല്ലെങ്കിൽ ആപ്ലിക്കന്റ് ആണെങ്കിൽ ഒരിക്കലും ലോ ജോബ് ഓഫർ അവരെന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. Such offer also misfit the important position, especially in the organization following a different strategy or those whose competitive advantages is depending on research which demands skilled professionals. നമുക്ക് ഈ ഒരു മെത്തേഡ് ഒട്ടും എന്നല്ല ഫിറ്റ് അല്ല, എന്ന് വെച്ചാൽ മിസ്ഫിറ്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻസ് കൈകാര്യം ചെയ്ത വ്യക്തികൾക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരെ പിടിച്ചു നിർത്താൻ, നമ്മുടെ ഓർഗനൈസേഷനിൽ സ്റ്റേബിൾ ആക്കാനേ നമ്മൾ ശ്രമിക്കാൻ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്ന അത്രയും സാലറി കൊടുക്കാം, അല്ലെങ്കിൽ ജോബ് ഹൈ ഓഫർ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ മാക്സിമം ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യണം. Thus, low job offer are not suitable for top position. ടോപ്പ് പൊസിഷനിലായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, അവർക്ക് ഈ ഒരു ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്തിട്ട് കാര്യമില്ല. As it is crucial for the organization to hire talented individuals as leader. അപ്പൊ ടാലന്റഡ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് അത്ര ആപ്ലിക്കബിൾ ആവണമെന്നില്ല. This strategy works best in filling opening for the position where the quality of the employee is not. അപ്പൊ സാധാരണയായിട്ട് ലോ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അധികം ക്വാളിറ്റി ഇമ്പോർട്ടന്റ് അല്ല, എംപ്ലോയീസിന്റെ ക്വാളിറ്റി അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല. അങ്ങനെ വരുന്ന ജോബുകൾക്കാണ് നമ്മൾ ഏത് ലോ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. The task near to low skilled provisional employees and high turnover rate is tolerable. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചില ലോ സ്കിൽഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് സാധാരണയായിട്ട് ലോ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. Although this strategy can be give adequate applicants, keeping the organization status and image in danger. എന്ന് വെച്ചാല് ചില ആൾക്കാർ ഇന്ന ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും, ആ ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അതിനു വേണ്ടി അങ്ങനെയുള്ള എംപ്ലോയീസ് അങ്ങനെ പുറത്ത് വർക്ക് ചെയ്യും, ഇന്ന ബാങ്കിൽ വർക്ക് ചെയ്യാണ്, മേ ബി പെർമനന്റ് ആയിരിക്കാം, ഒരു ഡെയിലി വേജ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ സ്റ്റാറ്റസ് മതി, സാലറി ഇൻകം അവർ എന്താണ് മണിയുടെ പെർസ്പെക്റ്റീവ്സ് അവർ ചിന്തിക്കുന്നില്ലെങ്കിൽ ലോ ജോബ് ഓഫർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഇഫ് നമ്മൾ സാലറിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ലോ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞതാണ് അൺസ്കിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഓഫ് ദ എംപ്ലോയീസ് നോട്ട് ഇമ്പോർട്ടന്റ്. എന്ന് വെച്ചാല് ആ വ്യക്തിയുടെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഫർ ആണ് ജോബ് ഓഫർ. ഓക്കെ, നെക്സ്റ്റ് ആണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ. അടുത്ത ടൈപ്സ് ഓഫ് ജോബ് ഓഫർ ആണ് എന്ത്, കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ.
In this type, the salary offered to the applicant is at par with a similar post in the organization of the same industry. ആരെപ്പോലെ തന്നെയായിരിക്കും സാലറി ഓഫർ ചെയ്യുന്നത്? നമ്മുടെ സെയിം ഇൻഡസ്ട്രിയിൽ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അതേ സാലറി സ്കെയിൽ തന്നെയായിരിക്കും നമ്മളും എന്ത് ചെയ്യുന്നു, ഓഫർ ചെയ്തത്. അപ്പൊ സാലറി പാക്കേജ് ഇസ് ഓഫർഡ് നിയർലി ഈക്വൽ ടു ദ വാട്ട് ദ കോമ്പറ്റീറ്റേഴ്സ് ആർ ഓഫറിംഗ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അതേ സാലറി പാക്കേജ് തന്നെ ആയിരിക്കും നമ്മളും എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാൻഡിഡേറ്റ്സിനും ഓഫർ ചെയ്യുന്നത്. ടു ഈക്വലി ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽ ഫോർ സച്ച് പൊസിഷൻ. ആ ഒരു പൊസിഷന് നമ്മൾ ഈക്വലി സെയിം കോമ്പറ്റീറ്റേഴ്സിന്റെ അതേ സാലറി പാക്കേജ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നെഗോട്ടിംഗ് ഓൺ ദ പാക്കേജ് ഇസ് നോട്ട് ടോട്ടലി ഡിനൈഡ്. മേ ബി കോമ്പറ്റീറ്റീവ് ഓഫർ ആണെങ്കിൽ, ജോബ് ഓഫർ ആണെങ്കിൽ സാധാരണ രീതിയിൽ എല്ലാവർക്കും ഡിനൈ ചെയ്യാറില്ല. Even without the intention to the offered company, the top finalists are usually not interested in competitive job offer placed before them. സാധാരണയായിട്ട് ടോപ്പ് ഫൈനലിസ്റ്റ് നമ്മൾ സെലക്ട് ഒക്കെ ചെയ്ത് ഏറ്റവും നല്ല ടാലന്റഡ് എംപ്ലോയീസ് ചിലപ്പോ കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവര് മിക്കവാറും ഹൈ ജോബ് ഓഫർ ആയിരിക്കും പ്രിഫർ ചെയ്യണം. കാരണം നമ്മളിപ്പോ കോമ്പറ്റീറ്റേഴ്സിന്റെ ഓർഗനൈസേഷൻ പോവാണെങ്കിൽ ഇതേ സാലറിയാണ്, ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേ സാലറിയാണ്. സോ നമുക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണ് സാധാരണ എംപ്ലോയീസ് എന്ത് തിങ്ക് ചെയ്യും. അപ്പൊ എന്താണ് അവരുടെ ബെനിഫിറ്റ്സ്, അവർ കുറച്ചും കൂടി സാലറി അവർ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത് നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ സാലറി കൊടുക്കുന്നത് ഒരു പോസ്റ്റിന്, അതേ എമൗണ്ട് ഓഫ് സാലറി തന്നെ നമ്മുടെ ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസിന്, അതേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഹൈ ജോബ് ഓഫർ. നമ്മൾ മാർക്കറ്റ് റേറ്റ്, നമ്മൾ ആ ഒരു സാലറി പാക്കേജ് മാർക്കറ്റ് റേറ്റിനേക്കാളും ഹൈ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫറിനെയാണ് നമ്മൾ ഹൈ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇൻ ഹൈ ജോബ് ഓഫർ, the total package offered in higher than the market rate. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പാക്കേജ് നമ്മൾ ആ മാർക്കറ്റ് റേറ്റിനേക്കാളും എങ്ങനെയായിരിക്കും, ഹയർ ആയിരിക്കും. മാർക്കറ്റിൽ 20,000 രൂപയുള്ള സാലറിയാണ്, സാധാരണ കോമൺ ആയിട്ട് 20,000 രൂപയാണെങ്കിൽ നമ്മൾ 20,000-നേക്കാളും 25,000 ഓഫർ ചെയ്യും. നെഗോട്ടിയേഷൻ ഓൺ പാക്കേജ് ഫർദർ മേ നോട്ട് ബി എൻറ്റർലി ഡിനൈഡ്. എന്നുവെച്ചാൽ ആരും അങ്ങനെ വരുമ്പോ ഹൈ ജോബ് ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിനൈ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്താണ്, ഡിനൈ ചെയ്യില്ല, കാരണം അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. The organization gave high job offer considered more attractive among the employee for whom monetary benefits matter. Monetary ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ഹൈ ജോബ് ഓഫർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എംപ്ലോയിനെ നമ്മുടെ കമ്പനിയിലേക്ക് റിറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഓൾസോ ബൂസ്റ്റ് ദ ഓർഗനൈസേഷൻ ഇമേജ്. അപ്പൊ ഓർഗനൈസേഷന്റെ ഇമേജ് നമുക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാം. ഇന്ന ഒരു പോസ്റ്റിന് എനിക്ക് ഇത്രയുമാണ് സാലറി തരുന്നത്, നമ്മൾക്ക് തന്നെ നമ്മുടെ ഓർഗനൈസേഷന് ഒരു ഇമേജ് തോന്നും, ഒരു ഗുഡ് വില്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടു സ്റ്റേ അവേ ഫ്രം ഡിസ്പാരിറ്റി എമംഗ് ദ എംപ്ലോയി ആൻഡ് ടു അവോയ്ഡ് മോറൽ ഇഷ്യൂ ബിറ്റ്വീൻ ദം. അപ്പോ എംപ്ലോയീസ് തമ്മിൽ ഡിസ്പാരിറ്റി വരും. ഇന്നൊരാൾക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഒരാൾക്ക് ഇപ്പൊ 50,000 കൊടുക്കാണ്, അതേ ക്വാളിഫിക്കേഷനുള്ള എനിക്ക് 35,000 ആണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഡിസ്പാരിറ്റി വരില്ലേ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് the firm believe in giving the new hire a one-time incentive like a joining bonus. അപ്പം പുതിയ എംപ്ലോയീസിന് വെച്ചാല് നമ്മൾ കൊടുക്കുന്ന ഇൻസെന്റീവ് ഒന്നും കൊടുക്കില്ല, അവർക്ക് ന്യൂ എംപ്ലോയീസിന് എന്ത് കൊടുക്കില്ല, ഇൻസെന്റീവ് ഒന്നും കൊടുക്കില്ല. അതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കൊടുത്തു എന്നുള്ളൊരു മീനിങ് വരുന്നത്. റീഅലോക്കേഷൻ എലമെന്റ്സ് ഓർ ഏർലി പെർഫോമൻസ് റിവ്യൂ സോ ദാറ്റ് their salary instantly show an increase. അവർക്ക് കൂട്ടി കിട്ടണമെങ്കിൽ അവരെ കുറച്ചും കൂടി എന്താണ് നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം അവർക്ക് എന്ത് കിട്ടുള്ളൂ, പൈസ കൂടുതൽ കിട്ടുള്ളൂ. അല്ലാതെ ബോണസ്, ജോയിനിങ് ബോണസോ അങ്ങനെയൊന്നും അവർക്ക് പ്രൊവൈഡ് ഇല്ല. അപ്പാർട്ട് ഫ്രം ദീസ് ഇനിഷ്യൽ പ്രിഫറൻസ് their salaries are kept at par. അവർ ഫേസ് വാല്യൂലായിരിക്കും, അവർക്ക് എത്രയാണ്, ഇപ്പൊ 50,000 അല്ലേ ഞാൻ പറഞ്ഞത്, അത് തന്നെയായിരിക്കും ഓർഗനൈസേഷൻ റീറ്റെയിൻ ചെയ്യുന്നത്. ഒരു 3 വർഷം കഴിഞ്ഞാലും 50,000 ആയിരിക്കും, 5 വർഷം കഴിഞ്ഞാലും അവരുടെ സാലറി എന്താണ് 50,000 ആയിരിക്കും. വിത്ത് ദ അതർ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. മറ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ലോ ജോബ് ഓഫറിലാണെങ്കിൽ മേ ബി ഒരു 6 months കഴിയുമ്പോൾ ഒരു ഇൻക്രിമെന്റ്, വീണ്ടും ഒരു 6 months കഴിയുമ്പോൾ നെക്സ്റ്റ് ഇൻക്രിമെന്റ്, അങ്ങനെ അവരുടെ സാലറി കൂടി പോകും.
പക്ഷെ ഹൈ ജോബ് ഓഫർ കൊടുത്തൊരു എംപ്ലോയിയുടെ സാലറി എപ്പോഴും പാറിലായിരിക്കും, ഫേസ് വാല്യൂ തന്നെയായിരിക്കും. എത്രയാണോ അവർക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത സാലറി അതേ എമൗണ്ട് തന്നെയായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് കൊടുക്കുന്നത്. At last, maximum job offer. In these types of offer, the firm is provide its best possible remuneration to the selected candidates. നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് കിട്ടാവുന്നതിൽ ഏറ്റവും എന്താ പറയുക ബെസ്റ്റ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Further negotiation is not accepted once the offer is made. It can be any of the 3 job offer, that's either low or competitive or a high offer. ഈ നെഗോട്ടിയേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ജോബ് ഓഫർ മുകളിൽ പറഞ്ഞ 3 ഓഫറും അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഓഫർ വെക്കുന്നത്. The company very clearly specifies that it has offered all its afford for the post. ആ ഒരു പോസ്റ്റിന് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്നതിൽ മാക്സിമം എമൗണ്ട് ആണ് ഇത് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ഓഫർ വെക്കുന്നത്. ആൻഡ് കൺവീൻസ് ഇറ്റ്സ് ജീനിയസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫൈനലിസ്റ്റ് ആൻഡ് ലീവ് ഇറ്റ് ടു ദ ഫൈനലിസ്റ്റ് ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ഓഫർ. അപ്പൊ നമ്മളുടെ ജീനിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ കുറച്ചുകൂടി നിങ്ങളെ ഈ ജോബിന് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഈ ഒരു ജോബിന് ഞങ്ങൾക്ക് ഇതിന്റെ എമൗണ്ട് സാലറി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ മാക്സിമം ആണ് എന്ന് അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്പനി എംപ്ലോയിനോട് അല്ലെങ്കിൽ ആപ്ലിക്കന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഫൈനൽ ലിസ്റ്റ് ആ ഒരു ഫൈനലിസ്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓഫർ റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആർക്ക് തന്നെ കൊടുക്കും, നമ്മൾ ഫൈനലിസ്റ്റിന് തന്നെ കൊടുക്കും. It tries to eradicate any kind of negative feeling which may arise in the mind of the finalist, as offer made might be the low their expectation. സാധാരണയായിട്ട് ഈ ഒരു ഓഫർ മാക്സിമം ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നെഗറ്റീവ് ഫീലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ സാധാരണ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ, എനിക്കൊരു 30,000 സാലറി കിട്ടാനായിട്ട് അർഹതയുണ്ട് എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ ഒരു എക്സ്പെക്ടേഷൻ ബിലോ ആണെങ്കിൽ നമുക്ക് സാലറി ഓഫർ ചെയ്യുന്ന 25,000 ആണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടാവും. 35,000 ആണെങ്കിൽ ഓക്കെ, എനിക്ക് അത്രയും കിട്ടാവുന്നതിൽ ഏറ്റവും മാക്സിമം എമൗണ്ട് 35,000 ആണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള എമൗണ്ടുകൾ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി എനിക്കറിയാം. This strategy works the best when the organization offer a candidate package that is less than his current package. ഈ സ്ട്രാറ്റജി എപ്പോഴാണ് വർക്ക് ആവാന്ന് വെച്ചാൽ, മാക്സിമം ജോബ് ഓഫർ വർക്ക് ആവാന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ കിട്ടുന്ന സാലറിനേക്കാളും കൂടുതലായിട്ട് എമൗണ്ട് നമ്മൾ ഓഫർ ചെയ്താലാണ് നമുക്ക് ഈ ഓഫർ വർക്ക് ആവുന്നത്, മാക്സിമം ജോബ് ഓഫർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ ഒരു 25,000 ആണ് സാലറി എങ്കിൽ ഒരു 40 അബോ നമുക്ക് ഓഫർ വരാണ്, അത് മാക്സിമം ജോബ് ഓഫർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ജോബ് ഓഫർ, ടൈപ്സ് ഓഫ് ജോബ് ഓഫറും കണ്ടീഷണൽ ജോബ് ഓഫറും ബേസ്ഡ് ഓൺ കണ്ടീഷണൽ ബേസ്ഡും ഓൺ ദ ബേസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷന്റെ ബേസിലും ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ.
റീഡ് ചെയ്താ പറയണോ കേട്ടോ. ഫുള്ളായിട്ട് റീഡ് ചെയ്ത് നോക്കാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. റീഡ് ചെയ്തോ? റീഡ് ചെയ്തോ? ഇല്ല, കഴിഞ്ഞില്ല. ഓക്കെ, റീഡ് ചെയ്തോ കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണോ ജോബ് ഓഫറുകൾ? എക്സാമ്പിൾ ഓർമ്മയിൽ വെക്കാം കേട്ടോ. വലിയ പാരഗ്രാഫ് ഒക്കെയാണ്, ഇപ്പൊ വായിക്കാൻ നമുക്ക് നല്ല മടിയായിരിക്കും. എക്സാമ്പിൾ ഒന്ന് ഓർമ്മയിൽ വെക്കാം. ഇനി നമ്മള് സാധാരണയായിട്ടൊരു ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫർ അല്ലെങ്കിൽ ജോബ് ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടന്റ്സുകളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഓഫർ ലെറ്ററിൽ അല്ലെങ്കിൽ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടന്റുകൾ. ഓഫറിംഗ് ജോബ് പൊസിഷൻ, ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓഫർ വന്നിരിക്കുന്നത് എന്ന് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അക്കൗണ്ടന്റാണെങ്കിൽ അക്കൗണ്ടന്റ് ഏതാണോ ആ ജോബ് പൊസിഷൻ ഉള്ളത് ക്ലിയർലി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടുണ്ടാവും. റെമ്യൂണറേഷൻ ഇൻക്ലൂഡഡ്, നമുക്ക് എത്രയാണ് സാലറി പാക്കേജ് അത് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവാം. എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ്, എക്സ്ട്രാ ബെനിഫിറ്റ്സ്, സാലറി അല്ലെങ്കിൽ വേജ് ഒഴികെ വേറെ എന്തെല്ലാം എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടാവാം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ ഇവാലുവേഷൻ, അതേപോലെ സാലറി ഇൻക്രിമെന്റ് പീരീഡ്, നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് സാലറി കൂട്ടാനുള്ള ആ ഒരു സ്കെയിൽ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ഇൻക്രിമെന്റിന്റെ സ്കെയിൽ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. 15,000, then 2,000, ഒരു 24,000, പിന്നെ 1,000, 30,000. ഇപ്പൊ ഈ ഞാൻ കാണിച്ചിരിക്കുന്നത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? 15,000, 2,000, 24,000, 1,000, 30,000 ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ 15,000 ആയിരിക്കും ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സാലറി. അത് കഴിഞ്ഞിട്ട് ഒരു 6 months കഴിയുമ്പോൾ 2,000 രൂപ ഇൻക്രിമെന്റ്, അപ്പൊ 17,000 വരും. നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഓക്കെ ഡൗട്ട് വേണ്ട, ഫസ്റ്റ് 15,000 ആണ് നമുക്ക് സാലറി കിട്ടുന്നെങ്കിൽ നെക്സ്റ്റ് മന്ത് 2,000 ഇൻക്രിമെന്റ് ഉണ്ട്, അപ്പൊ 17,000 ആവും. 17,000 2 കൂട്ടും, അപ്പോ 19,000 ആവും. 19,000 2 കൂട്ടുന്നു 21, അങ്ങനെ വരും. 21, 23 ആകും. അത് കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ ഇൻക്രിമെന്റ് കിട്ടും? 1,000 രൂപ ഇൻക്രിമെന്റ് കിട്ടിയിട്ട് നമുക്ക് 24,000 സാലറി തന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് മന്തുകളിൽ 1,000 രൂപ വീതം ഇൻക്രിമെന്റ് വരും. 24 ആണ് ഈ മാസം കിട്ടിയെങ്കിൽ 25 ആയിരിക്കും നെക്സ്റ്റ് മന്ത്, 26 അടുത്ത മാസം, അങ്ങനെ 30,000 വരെ ആ ഒരു ഇൻക്രിമെന്റ് പീരീഡ്. ഇൻക്രിമെന്റ് എത്രയാണെന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻകം ടാക്സ് ഒക്കെ പഠിച്ചവർക്ക് അറിയാൻ പറ്റും, അവർ സാലറി ഇൻക്രിമെന്റ് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ എത്രയാണ് ആ ഒരു പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് സാലറി ഇൻക്രിമെന്റ്, അതിന്റെ പീരീഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് ജോയിനിങ്, എന്ന് നമ്മൾ ആ ഒരു പോസ്റ്റിന് ജോയിൻ ചെയ്യണം എന്നുള്ള ഡേറ്റ് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിടണം. പ്ലേസ് ഓഫ് ദ പോസ്റ്റിംഗ്, നമ്മൾ എവിടേക്കാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്, മേ ബി നമ്മുടെ സെയിം സിറ്റി ആവണമെന്നില്ല. അപ്പോ ഡേറ്റ് ഓഫ് ജോയിനിങ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും, കാരണം നമുക്ക് ട്രാവൽ ചെയ്ത് ആ ഒരു സിറ്റിയിലേക്ക് പോകണമല്ലോ. അപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്നാണ് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്, പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എവിടെയാണ് എന്നുള്ളത് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യണം. പർട്ടിക്കുലർ കണ്ടീഷൻ ഓഫ് ജോബ് ഓഫർ, ഇനി എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കണ്ടീഷൻ, എക്സ്ട്രാ കണ്ടീഷൻ ആ ഒരു ജോബ് ഓഫറിൽ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ആ ഒരു ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കണം. ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ കമ്പനീസ് പോളിസി, നമ്മുടെ കമ്പനിയുടെ പോളിസീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞിരിക്കണം. സ്പേസ് ഓർ ലൈൻ ദ സൈൻ ഫോർ ദ ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ, എംപ്ലോയിയും സൈൻ ചെയ്യേണ്ട പ്ലേസ്, എംപ്ലോയർ സിഗ്നേച്ചർ, എംപ്ലോയി സിഗ്നേച്ചർ ക്ലിയർലി അത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ലാസ്റ്റ് സ്പേസ് ഫോർ ഡേറ്റ് ഓഫ് സിഗ്നേച്ചർ ലൈൻ, അതേപോലെ തന്നെ എന്നാണ് സൈൻ ചെയ്തത് എന്നുള്ളതിന്റെ ഡേറ്റും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു സാമ്പിൾ ആയിട്ടൊരു ഫോർമാറ്റ് ആണെന്ന് പറയാം, ഒരു ഓഫർ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓഫർ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. നോക്കാം, അത് കമ്പനി ഇൻഫർമേഷൻ ഓൺ ലെറ്റർ ഹെഡ് ഉണ്ടല്ലേ, ഒരു കമ്പനിയുടെ പേരും ഡീറ്റെയിൽസും പിന്നെ എന്താണ് രജിസ്ട്രേഷൻ നമ്പറും പിന്നെ ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, എല്ലാ കാര്യങ്ങളും എന്തിലുണ്ടാവും, ലെറ്റർ ഹെഡിലുണ്ടാവും. ലെറ്റർ ഹെഡിലായിരിക്കും ഓഫർ ലെറ്റർ വരുന്നത്. അതിൽ ഡേറ്റ് ഉണ്ട്, നെയിം ഓഫ് ദ റെസിപ്പിയന്റ്, ആർക്കാണ് ആ ഒരു പോകുന്ന ടൈറ്റില്, നെയിം ഓഫ് ദ കമ്പനി ഓർ അഡ്രസ് ഓഫ് ദ കമ്പനി, ആ ഒരു റെസിപ്പിയന്റിന്റെ ടൈറ്റില്, അതേപോലെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്, അഡ്രസ് ഓഫ് ദ കമ്പനി. ഇനി ഡിയർ, നെയിം ഓഫ് ദ റെസിപ്പിയന്റ്, അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്ലഷർ ഫോർ ആസ്
to give you an offer employment at the dash company. ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ തരുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട്. We hope your knowledge, skill, ability, experience will prove to be an assets of our company. നിങ്ങളുടെ എക്സ്പീരിയൻസും നോളജ് സ്കിൽസും കാര്യങ്ങളും നമ്മുടെ ഓർഗനൈസേഷനും നമ്മുടെ കമ്പനിക്ക് ഒരു അസറ്റ് ആണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. As per the conversation, the position is dash. നമ്മൾ മുമ്പ് സംസാരിച്ചത് പ്രകാരം നമ്മുടെ പൊസിഷൻ ഇന്നതാണ്. Your date of joining will be on. ആ ഡേറ്റ് ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം. ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഈ ഓഫർ എന്താവും, ലാപ്സ് ആയി പോകും. The enclosure of the employee handbook give a brief details about medical and retirement gains offered by our company. ഇപ്പോ ഇതിനോടൊപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാൻഡ് ബുക്കില് നമ്മൾ മെഡിക്കൽ ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഗെയിൻ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. If you accept the employment offer, you have to put your signature on the second copy of the particular offer letter. ഈ ഒരു ഓഫർ ലെറ്റർ തന്നെ സെക്കൻഡ് കോപ്പി ആ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സൈൻ ചെയ്യേണ്ടതാണ്. In the provided space and return back to us. നമ്മൾ തിരിച്ചത് കമ്പനിയുടെ പേരിലേക്ക് നമ്മൾ സൈൻ ചെയ്തിട്ട് തിരിച്ചാൾക്ക് അയച്ചു കൊടുക്കണം, കമ്പനിക്ക് തന്നെ അയച്ചു കൊടുക്കണം. For your convenience, the stamp and self-addressed envelope is enclosed therein. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാമ്പും സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പും കൂടെ അടയ്ക്കുന്നുണ്ട്. Looking forward to welcoming you as our new employee and working with the name of Dash company. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങൾ വെൽക്കം ചെയ്യാണ്, ഞങ്ങളുടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ വെൽക്കം ചെയ്യാണ് ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. താങ്ക്സ്, റിഗാർഡ് യുവർ നെയിം, ടൈറ്റിൽ, എൻക്ലോഷർ. ഇതിനോടൊപ്പം എൻക്ലോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉണ്ട്, ഹാൻഡ് ബുക്കിന്റെ കാര്യം മറ്റുണ്ട്. ഇതേപോലെ എക്സ്ട്രാ കോപ്പി നമ്മൾ സൈൻ ചെയ്ത് അയക്കണം. ഇതേപോലെ ആയിരിക്കും ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് വരുന്നത്. ഇത് ഒരു ഫോർമാറ്റ് ആണ്. ഇതേപോലെ ആയിരിക്കും ഒരു ഓഫർ ലെറ്റർ വരുന്നത്. കുറച്ചും കൂടി ലെറ്റർ ഹെഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഓഫർ ലെറ്റർ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആ ഫോർമാറ്റിലേക്ക് വരും. അപ്പോ എന്തെല്ലാമാണ് ഓഫർ, കണ്ടന്റ്സ് ഓഫ് ഓഫർ എന്നും അതിന്റെ എന്താ പറയാ ഒരു ഓഫർ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലായോ? നെക്സ്റ്റ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. എല്ലാ എംപ്ലോയ്മെന്റിനും കോൺട്രാക്ട് ഉണ്ടാവണമെന്നില്ല. ബട്ട് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് കോമൺലി നമ്മൾ പറയാറുണ്ട്. എന്നുവെച്ചാല് എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്ടിനെയാണ് നമ്മൾ കോൺട്രാക്ടിനെയാണ് നമ്മൾ പറയുന്നത് എഗ്രിമെന്റ് എന്ന് പറയും. മേ ബി പണ്ട് എഗ്രിമെന്റ് ആണ്, എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതില് എംപ്ലോയറിനും എംപ്ലോയീസിനും ഉള്ള റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് പണ്ട് എന്ന് പറഞ്ഞാല് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റുകളൊക്കെ വെർബൽ ആയിരുന്നു, ഓറൽ ആയിട്ട് പറയുമായിരുന്നു, വാക്കാൽ പറഞ്ഞായിരുന്നു ഉറപ്പിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത് എംപ്ലോയർക്ക് ബെനിഫിറ്റ് ആണ്. കാരണം എംപ്ലോയർ പറഞ്ഞ വാക്ക് എപ്പോ വേണമെങ്കിലും മാറ്റി പറയാലോ. അത് എംപ്ലോയർക്ക് ബെനിഫിഷ്യൽ ആണ്. പക്ഷെ എംപ്ലോയിക്ക് അത്ര അദ്ദേഹത്തിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് മോഡേൺ ടൈംസിൽ കൂടുതലായിട്ട് റിട്ടേൺ എഗ്രിമെന്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിട്ടേൺ എഗ്രിമെന്റ്സ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. റിട്ടേൺ എഗ്രിമെന്റ്സ് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യണം, എന്തെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി, എല്ലാ കാര്യങ്ങളും റിട്ടേൺ എഗ്രിമെന്റിൽ ഉണ്ടാവും. അപ്പൊ എന്താണ് കോൺട്രാക്ട് ഓഫ് എഗ്രിമെന്റ്? എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റിനെ തന്നെയാണ് നമ്മുടെ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആ ഒരു ഡോക്യുമെന്റിൽ എംപ്ലോയിയുടെ റെസ്പോൺസിബിലിറ്റി, റൈറ്റ്സ്, ഒബ്ലിഗേഷൻസ് എല്ലാ കാര്യങ്ങളും ക്ലിയർലി എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് വേർ മോസ്റ്റ്ലി പണ്ട് വെർബൽ ആയിരുന്നു, ഇന്നത് റിട്ടേൺ ആണ്. റിട്ടേൺ ആവുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണമില്ലാതെ ഒന്നും നമ്മളെ തിരിച്ചിടാനായിട്ടുള്ള അധികാരം ആർക്കില്ല, എംപ്ലോയർക്ക് ഇല്ല. നമ്മൾ കാരണം ബോധിപ്പിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ പിരിച്ചിടാനൊക്കെ പാടുള്ളൂ. അപ്പൊ അത് ഇന്ന് കൂടുതലും റിട്ടേൺ ആണ്. നോക്കാം. The term contract of employment or employment contract is a type of contract between employee and employer. It is a document that details responsibility, rights and obligation of the employer and employee. അപ്പൊ the contract of agreement employment എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട്. അതിലെ ഡീറ്റെയിൽസ്, എംപ്ലോയിയുടെ റെസ്പോൺസിബിലിറ്റി എന്തെല്ലാമാണ്,
റൈറ്റ്സ് എന്തെല്ലാമാണ്, അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻസ് എന്തെല്ലാമാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പ്രീവിയസ്ലി കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് were mostly verbal. പണ്ട് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വെർബൽ ആയിരുന്നു. ഇറ്റ് വാസ് ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയർ. ഇത് കൂടുതലായിട്ട് ബെനിഫിഷ്യൽ എംപ്ലോയർക്കായിരുന്നു. ബിക്കോസ് എംപ്ലോയി ഹാഡ് നോ കോൺക്രീറ്റ് റൈറ്റ്സ് ടു their employment or employer can fire them for any reason. പണ്ടത് വെർബൽ ആയിരുന്നു. ആ സമയത്ത് എംപ്ലോയർക്ക് എല്ലാ റൈറ്റ്സും ബെനിഫിഷ്യൽ ആർക്കാണ് എംപ്ലോയർക്കാണ്. കാരണം എംപ്ലോയർക്ക് എപ്പോ വേണമെങ്കിലും എംപ്ലോയർ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു വിടാൻ, ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഇൻ മോഡേൺ ടൈംസ് ബട്ട് ഇന്ന് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആർ യൂഷ്വലി റിട്ടേൺ ആണ്. റിട്ടേൺ എഗ്രിമെന്റ് ആണ്. അത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ പറ്റില്ല. A contract of employment contains several major components with the outline the rights and responsibility of both employer and employee. അപ്പോൾ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ കുറച്ച് കാര്യങ്ങൾ, കണ്ടീഷൻസും കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, കമ്പോണൻസ് ഉണ്ട്. അതെന്തെല്ലാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് പേ, അവർക്ക് എത്രയാണ് എമൗണ്ട് കൊടുക്കുന്നത്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അവേഴ്സ് ഓഫ് വർക്ക്, നമ്മൾ എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം, ആൻഡ് ലെങ്ത് ഓഫ് ദ കോൺട്രാക്ട്, ചിലപ്പോ എത്ര വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവും അത്. ഹോളിഡേ ആൻഡ് സിക്ക് ലീവ്സ്, എത്ര ഹോളിഡേസ് ഉണ്ട്, സിക്ക് ലീവ് ഉണ്ട്. ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, ടെർമിനേഷന് മുമ്പ് നമ്മൾ നോട്ടീസ് ഓഫ് ടെർമിനേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്തിലുണ്ടാവും, ഈ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ ഉണ്ടാവും. അതായിരിക്കും എംപ്ലോയറും എംപ്ലോയിയും എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഞാൻ കമ്പോണൻസ് എടുക്കുന്നില്ല, കമ്പോണൻസ് എടുത്താൽ മേ ബി ചിലപ്പോൾ തീർന്നില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് വരെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കമ്പോണൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ നോക്കാം. ഓക്കെ, Thank you, Miss. Thank you, Miss.